നമസ്കാരം. അനന്യ സുധീഷ് എൻ്റെ മകളാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ചോദ്യം? അച്ഛാ, നമ്മൾ ഈ ഹോട്ടൽ റൂമിലൊക്കെ പോണ സമയത്ത് അവിടെ ഇപ്പോ ഇതുപോലെ പ്രേതബാധയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നമുക്ക് എങ്ങനെ അറിയാം? അറിയാൻ എങ്ങനെ പറ്റും. നമ്മൾ വിശ്വസിച്ച് ഇങ്ങനെ പോയി താമസിക്കാം? താമസിക്കും. അങ്ങനെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഇപ്പം നമ്മളുടെ ഒരു അനുഭവം, അനന്യ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഊട്ടിയിൽ പോയ ഒരു കഥ ഓർമ്മയുണ്ടോ? ആ, നമ്മൾ ടൂർ പോയത്. അപ്പുറത്തെ ആ റൂമിലെ ആന്റിമാരുടെ ആൻറ്റിമാരുടെ മുറിയിൽ രാത്രി പ്രേതം വന്ന് അത് നമ്മളത് ഹാൻഡിൽ ചെയ്ത് അവരെ രക്ഷിച്ചതും പ്രേതത്തിനെ അവിടെ നിന്ന് പയ്യെ മാറ്റിയതൊക്കെ അനുഭവ കഥ നമ്മൾ ഈ വീഡിയോയിൽ നമ്മളെ ഒരു പഴയ വീഡിയോ ഇവിടെ ചാനലുണ്ട്. പക്ഷെ അധികം ആൾക്കാർ കണ്ടിട്ടില്ല ആ വീഡിയോ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നത്. കാരണം നിങ്ങൾക്ക് അനുഭവങ്ങൾ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അന്ന് ഞാനും അത് മനസ്സിലാക്കിയതാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്ന് റൂം എടുക്കുമ്പോൾ നിങ്ങൾ ഓൺലൈനിലൊക്കെ നിങ്ങൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പ്രശ്നം പറ്റുന്നത് കൂടുതൽ. ഇതും ഓൺലൈനിൽ ഞങ്ങൾ ഓയിൽ ബുക്ക് ചെയ്തതാണ്. റൂം കിട്ടാത്ത സമയത്ത് ഓയിൽ ബുക്ക് ചെയ്തതാണ്. പക്ഷേ നമ്മൾ പരമാവധി നിങ്ങൾ ഹോട്ടലിൽ റൂമിൽ ചെല്ലുമ്പോൾ ഏത് വലിയ ഹോട്ടലായിക്കോട്ടെ റൂം കയറി നോക്കണം ആദ്യം. നിങ്ങൾക്ക് തരുന്ന റൂമിൽ നിങ്ങൾ കയറി നിങ്ങൾ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഐസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര, നിങ്ങളുടെ സോളാർ പ്ലെക്സസ്, ഈ 3 പോയിന്റ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം റൂമിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ. അതിനാൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു എൻവയറമെൻ്റൽ എനർജി ആ മുറിയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ചക്രാസിൽ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് തോന്നും. കണ്ണിനകത്തൊരു ചെറിയൊരു വേദന, ഒരു എരിച്ചിൽ, അങ്ങനത്തെ ഒരു ഫീല് വരും. ആ ഫീൽ വന്നാൽ നിങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കണം, മോണിറ്റർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കഴിവുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങൾ മോണിറ്റർ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു സംഭ്രമം, ഇവിടെ ഒരു സംഭ്രമം പോലെ ഫീൽ ചെയ്യും. ഇവിടെ നിങ്ങൾക്കൊരു പിടുത്തം, ഈ സോളാർ പ്ലെക്സസ് നമ്മൾ വയറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുഡ് ഫീലിംഗ് അല്ല. അപ്പോൾ നിങ്ങൾ ആ റൂം നിങ്ങൾ എടുക്കരുത്. അവിടെ എന്തെങ്കിലും ഒരു എനർജിയുടെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അന്ന് പോയി താമസിച്ച അല്ലെങ്കിൽ ആ ഹോട്ടലിൽ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹോട്ടലിൻ്റെ പേരൊന്നും ഇവിടെ പറയാനില്ല, അത് ആ ഹോട്ടലുകാർക്ക് മോശമായിരിക്കും, അവിടെ പറയാനില്ല. പക്ഷേ അവിടെ ഒരു സ്ത്രീയെ കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നു ആ മുറിയിൽ. ആ മുറിയിലത്തെ ആ പ്രേതം അവിടെ നിന്ന് പോയിട്ടില്ല. ആ പ്രേതമാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ടും നമുക്കതിന് നമ്മുടെ അതിനുള്ള ഉപാധികളുള്ളതുകൊണ്ട് നമ്മളതിന് പ്രൊട്ടക്ഷൻ ഇട്ട് അവിടെ നിന്ന് മാറ്റി അവർ ആ മുറിയിൽ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ സേഫായിട്ട് അവിടെ ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റ് വന്നു. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഹോട്ടലിൽ ചെല്ലുമ്പോൾ റൂം ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ റൂം എടുക്കാൻ ശ്രദ്ധിക്കുക. റൂമിൽ കയറി നോക്കണം. നിങ്ങൾക്ക് തരുന്ന റൂമിൽ നിങ്ങൾ കയറി നോക്കി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റൂം എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയം കയറി കഴിഞ്ഞാൽ, കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് പേടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള സാധനം നിങ്ങളുടെ മേത്ത് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല, ചിലപ്പോൾ പ്രവേശിച്ചേക്കാം. കാരണം ഇത് ലൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെമ്പി നിൽക്കുന്ന ആൾക്കാരാണ്, ഇരുട്ടിലാണ് അതിരിക്കുന്നത്. അതൊക്കെ എവിടെയെങ്കിലും ലൈറ്റ് ബോഡിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് കെട്ടുകയറുന്നത് അതുകൊണ്ടാണ്, പിടുത്തം കിട്ടിയാൽ. അപ്പോൾ അതുപോലെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ റൂം ആദ്യം കയറി നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ എടുക്കാം. പിന്നെ നിങ്ങൾ റെക്കിയൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ അവിടെ റെക്കി പോലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. റെക്കിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കാനുള്ള സിമ്പിളുണ്ട്. നമ്മുടെ സിമ്പിൾസ് ഉപയോഗിക്കാം റൂമിനകത്ത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇനി അടിയന്തരമായിട്ട് അങ്ങനെ താമസിക്കേണ്ട വന്ന് വിചാരിക്കും, വേറെ റൂമൊന്നുമില്ല, നിങ്ങൾ റെക്കിയുടെ പ്രൊട്ടക്ഷൻ എടുക്കുക. റെക്കിയുടെ സിമ്പിൾസ് അവിടെ വരച്ച് ആ മുറി ഭദ്രമാക്കുക. 24 hours ഒരു കുഴപ്പമുണ്ടാവില്ല. പിറ്റേ ദിവസം വീണ്ടും നെക്സ്റ്റ് ഡേ ഒന്ന് താമസിക്കണമെങ്കിൽ വീണ്ടും നിങ്ങൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യുക. അങ്ങനെ താമസിക്കാൻ പറ്റും. അപ്പോൾ അത് റെക്കി പഠിക്കുന്നവർക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. റെക്കി പഠിച്ചിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇപ്പോ റേക്കി എന്ന് പറഞ്ഞത് അധികം പേർക്ക് അതിനെപ്പറ്റി അറിയില്ലല്ലോ. ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിലും ഇപ്പൊ റേക്കി എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും. അപ്പൊ അതിനെപ്പറ്റി ഒരു കുറച്ച് ബ്രീഫായിട്ട് റേക്കിനെ പറ്റി ഒന്ന് പറയാമോ? റേക്കിനെ പറ്റി നമ്മൾ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കിനെ പറ്റി വീഡിയോസ് ഉണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ നോളജുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ റെക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ റെക്കി പഠിപ്പിക്കുന്ന നല്ല മാസ്റ്റേഴ്സിന് നിങ്ങൾ പോവുക. നിങ്ങളുടെ നാട്ടിനടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടീച്ചേഴ്സ് ആരാണെന്ന് നോക്കുക. പഠിച്ച ആൾക്കാരോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക. അവിടെ പോയി പഠിക്കാം. കാരണം ഇപ്പോൾ പഴയ പോലെ മാസ്റ്റേഴ്സ് കുറവാണ്. പണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. ഈ ഇത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്മാറി പോകുന്നൊരു പ്രവണതയുണ്ട്. കാരണം ഇതെല്ലാം പഠിപ്പിക്കുകയും ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ദുരന്തങ്ങൾ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ ഓരോ കാലത്തുണ്ടായിരുന്നു. പേടിച്ചിട്ട് ആൾക്കാർ കുറേ പേര് മാറിപ്പോയിട്ടുണ്ട്. അത്ര ഒരു കാര്യമുണ്ട് അതിനകത്ത്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പാതയിൽ കൂടി പോകുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അത് കൃത്യമായ ശുദ്ധീകരണം ചെയ്യാത്ത ആൾക്കാർക്കാണ് ഈ പ്രശ്നം വരിക. പ്രോപ്പർ നമ്മളെടുക്കുന്ന
എനർജീസിൻ്റെ ഇഷ്യൂസ് നമ്മൾ റിലീസ് ചെയ്ത് കളഞ്ഞ് പോയാൽ ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ റെക്കി പഠിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ സാധനമാണ്. അപ്പോൾ പരമാവധി ഇല്ലാതെ റെക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ കാര്യങ്ങളിൽ പ്രൊട്ടക്ഷൻ എടുക്കാനും വണ്ടി ഓടിക്കുമ്പോൾ വരെ നമുക്ക് പ്രൊട്ടക്ഷൻ എടുക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും.